അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രഷർ ചേഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഒരു പൈപ്പിലൂടെ സഡൻലി ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ചേഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവുന്നു, അതൊരു ഫേസ്. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ ഫ്ലോ കണ്ടീഷൻ, അതാണ് ഞാൻ പറഞ്ഞ പൈപ്പിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, ഇതെല്ലാം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ, ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എത്രമാത്രം ചേഞ്ച് അതിനുണ്ടായോ, ഇപ്പൊ കൂടുതൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായെങ്കിൽ അത്രമാത്രം സ്ട്രെങ്ത് ഉള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വോൾട്ടേജ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യണം. സപ്പോസ് പ്രഷർ ചേഞ്ച് വളരെ കുറവാണെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് സിഗ്നൽ വളരെ ചെറിയ വോൾട്ടേജ് സിഗ്നൽ ആയിരിക്കണം. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസർ ആർ ബേസിക്കലി ഡിവൈസസ് വിച്ച് കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻടു പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, സോ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത് വോൾട്ടേജോ കറണ്ടോ അല്ലെങ്കിൽ അതിലൂടെ ഓൾറെഡി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതോ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസറിന്റെ ഇൻപുട്ടിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് എന്താണ്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ദിസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു സിഗ്നൽ, ഇപ്പൊ പ്രഷർ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു സിഗ്നൽ ആയിട്ട് നമുക്ക് കാണാം. സോ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് സിഗ്നൽ ഫ്രം വൺ ഫോം ടു അനദർ ഈസ് കോൾഡ് ട്രാൻസ്ഡക്ഷൻ. അപ്പൊ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ അല്ല, ട്രാൻസ്ഡ്യൂസറിന് വേറെ പേര് നമ്മൾ പറയും പിക്കപ്സ് എന്നും പറയും, പിക്കപ്സ്. ഓക്കെ, പിക്കപ്സ്. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടായിരിക്കും, അതിന്റെ ഇൻപുട്ടിലോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ചും ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊരു എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ട്രാൻസ്ഡക്ഷൻ എലമെന്റ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം, അല്ലെങ്കിൽ പിക്കപ്പ് എന്ന് നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസറിനെ വിളിക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ട്രാൻസ്ഡ്യൂസർ സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എങ്ങനെ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്, അതിന്റെ ഔട്ട്പുട്ടിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ ഈ ട്രാൻസ്ഡ്യൂസർ ഓക്കെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ചേഞ്ചിനെ, പ്രഷർ ചേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യാൻ അതിനകത്തൊരു പാർട്ട് ഉണ്ട്, അതിന്റെ പേരാണ് എന്ത്, സെൻസേഴ്സ്. ഓക്കെ, സെൻസേഴ്സ്. അപ്പൊ സെൻസേഴ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി സപ്പോസ് ടെമ്പറേച്ചറിലോ പ്രഷറിലോ ഫ്ലോയിലോ ഉണ്ടാകുന്ന ചേഞ്ചിനെ നോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഴ്സ് ആണ്. സെൻസേഴ്സിന്റെ ഔട്ട്പുട്ട് നമ്മൾ ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുത്താൽ ട്രാൻസ്ഡ്യൂസർ എന്ത് തരുന്നു, ദാറ്റ് ഔട്ട്പുട്ട് വിൽ ബി കൺവേർട്ടഡ് ഇൻടു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. അതാണ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഡ്യൂസർ എപ്പോഴും ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഡ്യൂസറിന്റെ ഇൻപുട്ടിലേക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നു എങ്കിലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഡ്യൂസറിനോടൊപ്പം എന്തുകൂടിയുണ്ട്, ഒരു സെൻസർ കൂടിയുണ്ട്. അപ്പൊ ഒരു സെൻസർ ട്രാൻസ്ഡ്യൂസർ കോമ്പിനേഷൻ ആണ് എപ്പോഴും ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർമെന്റിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ റൂമിൽ എയർ കണ്ടീഷണർ വെച്ചിട്ടുണ്ട്, എയർ കണ്ടീഷണറിനകത്ത് ഇരിക്കുന്ന ഈ ട്രാൻസ്ഡ്യൂസർ ആണ് റൂമിലെ കറണ്ട് ടെമ്പറേച്ചർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊരു ഫീഡ്ബാക്ക് എയർ കണ്ടീഷണറിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് എയർ കണ്ടീഷണർ എന്താണ് ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ നമുക്ക് ആവശ്യമായ സെറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റൂമില്. ഓക്കെ, ഇനി കാറിലെ എന്താണ് എയർ ബാഗ്, ഒരു കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസർ ഉണ്ട്. ആ കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഒരു ട്രാൻസ്ഡ്യൂസറിലൂടെ വോൾട്ടേജ് സിഗ്നലാക്കി മാറ്റുന്നു. ആ വോൾട്ടേജ് സിഗ്നലിനെ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മളുടെ എയർ ബാഗിനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി എയർ ബാഗിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒരു മൈന്യൂട്ട് മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ ഈ പറയുന്ന സെൻസർ കൊളിഷൻ ഡിറ്റക്ട് ചെയ്യണം. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന വോൾട്ടേജ് സിഗ്നൽ വന്നിട്ട് അതൊരു പ്രോസസ്സറിൽ പ്രോസസ് ചെയ്യണം. ആ പ്രോസസ്സറിന്റെ ഔട്ട്പുട്ട് കൊണ്ടുവന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യണം. ഇവിടെ എല്ലാം നമുക്ക് ട്രാൻസ്ഡ്യൂസർ സെൻസർ കോമ്പിനേഷൻസ് ആവശ്യമാണ്. മനസ്സിലായോ? സോ വാട്ട് ആർ ട്രാൻസ്ഡ്യൂസേഴ്സ്? ഡിവൈസസ് വിച്ച് പ്രൊഡ്യൂസസ് proportional electrical signal from a physical quantity. Okay, from a physical quantity. Okay, the transduction elements എന്ന് പറയുന്നത് basically they transform the output of sensor to an electric output. Okay, ഒരു ഡയറക്ട്ലി ഒരു ട്രാൻസ്ഡ്യൂസർ ടെമ്പറേച്ചർ പ്രഷറിനെ ചേഞ്ച് ചെയ്യുകയല്ല,
പകരം ട്രാൻസ്ഡ്യൂസറിനോടൊപ്പം ഒരു സെൻസർ വർക്ക് ചെയ്യുന്നു. ആ സെൻസറാണ് എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അല്ലേ, വെലോസിറ്റി, ഫ്ലോ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, സോളിഡ് ആയിരുന്നു ലിക്വിഡ് ആയി, ഇതൊക്കെ എന്താണ്? ദേ ആർ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്. അത് ഒരു സെൻസിങ് എലമെന്റിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ സെൻസിങ് എലമെന്റ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെൻസിങ് എലമെന്റ് എന്ത് തരുന്നു? സെൻസർ റെസ്പോൺസ്. സെൻസർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സെൻസേഴ്സ് പലതരത്തിലുണ്ട്, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പിന്നീട് പോകുന്നുണ്ട്. ഇപ്പൊ സെൻസർ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്പോസ് നമ്മളുടെ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സെൻസറിനുള്ളിലെ സെൻസർ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ളിലെ റെസിസ്റ്റൻസ് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, സെൻസറിനുള്ളിലെ കപ്പാസിറ്റൻസ് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, സെൻസറിനുള്ളിലെ ഇൻഡക്റ്റൻസ് ആയിരിക്കാം ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻസറിനുള്ളിൽ മറ്റേതെങ്കിലും ഒരു പാരാമീറ്റർ ആയിരിക്കാം ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒന്ന് ഈ ടെമ്പറേച്ചർ, ഓക്കെ, അല്ലെങ്കിൽ പ്രഷർ എന്നുള്ളതാണ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അത് ഒരു സെൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻസിങ് റെസ്പോൺസ്, അതായത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിലുള്ള ചേഞ്ച്, കപ്പാസിറ്റൻസ് ഉള്ള ചേഞ്ച്. ഓക്കെ, സോ ഈ റെസിസ്റ്റൻസ് അല്ലെ കപ്പാസിറ്റൻസിൽ ഉള്ള ചേഞ്ച്, സെൻസറിനുള്ളിലെ കപ്പാസിറ്റൻസിലെ ചേഞ്ചിനെ ട്രാൻസ്ഡക്ഷൻ എലമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസ്ഡ്യൂസർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസറിന് ബേസിക്കലി രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് സെൻസിങ് എലമെന്റ് ഉണ്ടായിരിക്കും, രണ്ടെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. സെൻസിങ് എലമെന്റ് ആൻഡ് ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഓക്കെ, അപ്പൊ ആദ്യം സെൻസിങ് എലമെന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു, നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി. ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിന് ഇനീഷ്യലി ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അതിപ്പോ ഒന്നി കൂടുന്നു കുറയുന്നു, പ്രഷർ കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. ഓക്കെ, so physical quantity or its rate of change is sensed and responded to by this part of the transducer, especially sensor എന്താ ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെ നോട്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നു. ഓക്കെ, അതിനനുസരിച്ച് ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് കമ്പോണന്റ് ഇന്ററാക്ട്സ് വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി ആകാം. ഓക്കെ, സോ ഇറ്റ് ഡിറ്റക്ട്സ് ദ ചേഞ്ച് ഇൻ ഫിസിക്കൽ പാരാമീറ്റർ ആൻഡ് പ്രൊഡ്യൂസസ് എ കറസ്പോണ്ടിങ് റെസ്പോൺസ്. എക്സാമ്പിൾ ഒരു ടെമ്പറേച്ചർ സെൻസർ, നമ്മളൊരു ടെമ്പറേച്ചർ സെൻസറിന്റെ കേസ് എടുക്കാം. അതാണ് ഒരു തെർമിസ്റ്റർ. ഓക്കെ, ടെമ്പറേച്ചറിനെ ഡിറ്റക്ട് ചെയ്യാൻ, അല്ല ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് തെർമിസ്റ്റർ. ഓക്കെ, തെർമിസ്റ്റർ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ടെമ്പറേച്ചർ വേരിയേഷൻസിനെ എന്താക്കി മാറ്റുന്നു? റെസിസ്റ്റൻസ് ചേഞ്ച്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ ചേഞ്ച് ആക്കി മാറ്റുന്നു. ഓക്കെ, സോ നമുക്ക് ഈ സെൻസിങ് എലമെന്റ് ആയിട്ട് എന്തെടുക്കാം? തെർമിസ്റ്റർ ഒരു എക്സാമ്പിൾ ആണ്. തെർമിസ്റ്റർ എന്താ ചെയ്യുന്നത്? സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ ചേഞ്ച് നോട്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ എന്ത് ചേരുന്നു? റെസിസ്റ്റൻസിന്റെ ചേഞ്ച്. ഓക്കെ, സോ റെസിസ്റ്റൻസിന്റെ ചേഞ്ച്. അപ്പോൾ സെൻസിങ് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ചേഞ്ച് മാത്രമാണ്. എന്നാൽ ഈ റെസിസ്റ്റൻസ് ചേഞ്ചിനെ നമുക്ക് വേണ്ട ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ചേഞ്ചിനെയാണ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡക്ഷൻ എലമെന്റിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ഈ ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത് നോക്കാം. ദ ഔട്ട്പുട്ട് ഓഫ് ദ സെൻസിങ് എലമെന്റ് ഈസ് പാസ്ഡ് ഓൺ ടു ദ ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഓക്കെ, സോ സെൻസിങ് എലമെന്റ്, അതായത് സെൻസറിന്റെ റെസ്പോൺസ് ട്രാൻസ്ഡക്ഷൻ എലമെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറിലേക്ക് എത്തുന്നു. ഈ ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആയിരുന്നു, അതിനെ കറസ്പോണ്ടിങ് ഡെൽറ്റ വോൾട്ടേജ് ആക്കി മാറ്റുന്നു. ഓക്കെ,
അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്നു. സോ ദിസ് ട്രാൻസ്ഡക്ഷൻ എലമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽ, അതായത് റെസിസ്റ്റൻസ് ചേഞ്ച് ഇൻറ്റു proportional electrical signal. Okay, so this part receives output from the sensing element and convert it into electrical signal. Okay, so അപ്പോൾ ഈ റെസിസ്റ്റൻസ് ചേഞ്ചിനെ നോട്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്ഡക്ഷൻ എലമെന്റ് ആണ്. അങ്ങനെ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ തെർമിസ്റ്ററിന്റെ അല്ലെങ്കിൽ നമ്മളുടെ സെൻസറിന്റെ റെസിസ്റ്റൻസ് ചേഞ്ചിനെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്തിനായി കൺവേർട്ട് ചെയ്യുന്നത്? എസ്പെഷ്യലി മെഷർമെന്റിന് വേണ്ടി. സപ്പോസ് ഒരു മെഷർമെന്റ് എടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അലർട്ട് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളുടെ ലൊക്കേഷനിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിരിക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ പ്രഷർ ചേഞ്ച് ചെയ്തിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ഒരു അലർട്ട് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടി പ്രഷറിൽ 20 മെഗാ പാസ്കൽ ചേഞ്ച് ഉണ്ടായി, ഇതിനെ നോട്ട് ചെയ്യണം, ക്വാണ്ടിഫൈ ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നല് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ സിഗ്നല് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? സോ എന്താണ് ട്രാൻസ്ഡ്യൂസർ? One second. ഓക്കെ, സോ എന്താണ് ട്രാൻസ്ഡ്യൂസർ? ഓക്കെ, ട്രാൻസ്ഡ്യൂസർ എന്താണ്? ട്രാൻസ്ഡ്യൂസർ എന്തെല്ലാം ചേഞ്ച് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ വരുത്തുന്നതെന്ന് മനസ്സിലായല്ലോ. സോ ട്രാൻസ്ഡ്യൂസർ ഒരിക്കലും ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസറിനോടൊപ്പം എന്തുണ്ടായിരിക്കും? ഒരു സെൻസർ ഉണ്ടായിരിക്കും. സോ ഡിറ്റക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സാക്ട്ലി വോൾട്ടേജ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ there will be the working of transducer as well as എന്താണ് the sensing element or the sensor. Okay, so sensors ആണ് എന്ത് ഫിസിക്കൽ ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ട്രാൻസ്ഡക്ഷൻ എലമെന്റ് അല്ലെ ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? ഈ ചേഞ്ചിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുക. ഓക്കെ, ചില കേസസിൽ ചില ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, അവ എന്താണ് സെൻസറിന്റെ ഫംഗ്ഷൻ കൂടി ഡയറക്ട്ലി ചെയ്തോളും. ഓക്കെ, ചിലപ്പോഴും നമ്മൾ യൂഷ്വലി സെൻസർ ട്രാൻസ്ഡ്യൂസർ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചില കേസസിൽ ട്രാൻസ്ഡ്യൂസറിന് തന്നെ സെൻസർ ഫംഗ്ഷനും ചെയ്യും. സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ചിനെ നോട്ട് ചെയ്യുക, ഫിസിക്കൽ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ പ്രഷർ ചേഞ്ചിനെ നോട്ട് ചെയ്യുക, നോട്ട് ചെയ്തതിന് ശേഷം അതിനെ വോൾട്ടേജ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുക. ഇത് രണ്ടും ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസർ എലമെന്റ് ആയിരിക്കും. എക്സ്പെഷ്യലി അതിനൊരു എക്സാമ്പിൾ ആണ് തെർമോകപ്പിൾ. നമ്മൾ മുമ്പേ പറഞ്ഞ തെർമിസ്റ്റർ ആണ്, അതായത് ടെമ്പറേച്ചർ സെൻസറായ തെർമിസ്റ്റർ ആണ്. ഓക്കെ, എന്നാൽ ഒരു തെർമോകപ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത്? തെർമോകപ്പിൾ എന്ന് പറയുമ്പോൾ അത് സെൻസർ പ്ലസ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും വോൾട്ടേജ് സിഗ്നൽ ആയിരിക്കും. തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ ചേഞ്ചിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് തെർമോകപ്പിൾ. സോ തെർമോകപ്പിളിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? അത് ടെമ്പറേച്ചർ ചേഞ്ചിനെ നോട്ട് ചെയ്യുന്നു, അന്നേരം തന്നെ അതിനെ വോൾട്ടേജ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ thermocouple is a transducer as well as a sensor which is used to generate a voltage which is corresponding to the heat that is generated at the junction of two dissimilar metals. അപ്പോൾ thermocouple എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ തന്നെ കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ഇങ്ങനെ 2 ഡിസിമിലർ മെറ്റൽസ് ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ജംഗ്ഷൻ, 2 വയർ ഒരുമിച്ച് പിരിച്ചു വെച്ചിരിക്കുന്ന ഒരു ജംഗ്ഷൻ ആണ് ഈ തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ തെർമോകപ്പിളിന് ഒരു പ്രത്യേകത, ഡിസിമിലർ മെറ്റൽ കോമ്പിനേഷൻ ആണ്. അവയ്ക്ക് ടെമ്പറേച്ചർ ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ തെർമോകപ്പിൾ ക്യാൻ വർക്ക് ആസ് എ സെൻസർ ആസ് വെൽ ആസ് എ transducer, and it can detect heat, and change in heat is directly detected and directly converted into voltage signal. Okay,
ചേഞ്ച് ഇൻ ഹീറ്റ് ഈസ് ഡയറക്ട്ലി ഡിറ്റക്റ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു വോൾട്ടേജ് സിഗ്നൽ. ഇനി ട്രാൻസ്ഡ്യൂസറിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാന്ന് നോക്കാം. എന്നിട്ട് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. എന്താണ് ട്രാൻസ്ഡ്യൂസറിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ? ദേ ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ആസ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, പാസീവ് ട്രാൻസ്ഡ്യൂസർ. അതുപോലെ തന്നെ ട്രാൻസ്ഡ്യൂസർ എന്നും പറയുന്നുണ്ട്, ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നുണ്ട്. എല്ലാം കൂടി നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല. നമ്മൾ പ്രൈമറിയും സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കാം. സോറി, ആക്റ്റീവ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസറിനെ ബേസിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, സോ എന്താണ് ഈ പാസീവ് ട്രാൻസ്ഡ്യൂസറും ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. What is a passive transducer? Passive transducer, a component or a transducer whose output energy is supplied entirely by the input signal. Okay, so നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ എനർജിയിൽ നിന്ന് ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസറിനെയാണ് പറയുന്നത് പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. പാസീവ് ട്രാൻസ്ഡ്യൂസർ അതായത് വരുന്ന ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെ വരുന്ന ഹീറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നു, ആ ഹീറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിനെ എന്തായിട്ട് മാറ്റുന്നു? വോൾട്ടേജ് സിഗ്നലാക്കി മാറ്റുന്നു. അപ്പോൾ ഹീറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു, അതിനെ ഒരു വോൾട്ടേജ് കറണ്ട് എനർജി ആയിട്ട് അല്ലെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസറിനെ പറയുന്ന പേരാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ എക്സ്റ്റേണൽ എനർജി ഇൻപുട്ട് ആവശ്യമാണ് ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസറിന്. ഓക്കെ, പാസീവ് ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് വിത്ത് external energy input. Okay, otherwise passive transducers derive their power required for transduction from an auxiliary source. അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി അതിലേക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ പാസീവ് ട്രാൻസ്ഡ്യൂസറിന് എപ്പോഴും എനർജി ആവശ്യമാണ് വർക്കിങ്ങിന്. ഓക്കെ, എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അത് ഔട്ട്പുട്ട് തരത്തുള്ളൂ. ഓക്കെ, എനർജി അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ അത് എനർജി ഡെലിവറി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജന്റിൽ നിന്ന് എപ്പോഴും എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എവിടെ? പാസീവ് ട്രാൻസ്ഡ്യൂസറിൽ. എക്സാമ്പിൾ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ തന്നെ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് ചേഞ്ച് ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് അവിടെ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇപ്പൊ തന്നെ ഒരു തെർമിസ്റ്ററിന്റെ കേസ് എടുക്കാം. ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് അവിടെ റെസിസ്റ്റൻസിനും കപ്പാസിറ്റൻസിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവുന്നത്. അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു, അവിടെ എനർജി റിഡക്ഷൻ ഉണ്ടാവുന്നു ഹീറ്റില്. കറസ്പോണ്ടിംഗ്ലി ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പാരാമീറ്റർ, സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ആ കറണ്ടിന്റെ എന്താണ് ഫ്ലോയില്, കറണ്ട് ഫ്ലോയിൽ റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. ഇതിനെയാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി പവർ സോഴ്സ് അല്ലാതെ ഒരു ഓക്സിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി പവർ സോഴ്സ് ആവശ്യമില്ല. It will produce its own output. Okay, they are self-generating type. Active transducers are self-generating type. Active transducers are self-generating type. Okay, they produce their own voltage, otherwise current output. അതിന് ഒരു എക്സ്റ്റേണൽ എനർജി യൂസേജ് വരുന്നില്ല. പുറത്തുനിന്ന് ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയല്ല നടക്കുന്നത്. ദേ ആർ സെൽഫ് ജനറേറ്റിംഗ്. ഈവൻ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഉണ്ട്. ഓക്കെ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട്. അപ്പോൾ എക്സ്റ്റേണൽ എനർജി അബ്സോർബ് ചെയ്യാതെ തന്നെ സെൽഫ് ജനറേറ്റിംഗ് ഡിവൈസസ് ആണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സോ അങ്ങനല്ല. എക്സ്റ്റേണൽ എനർജി സോഴ്സിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിന്നൊരു പോർഷന്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നേ ഉള്ളൂ. ഓക്കെ, സോ എക്സ്പെഷ്യലി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഇലക്ട്രിക്കൽ കമ്പോണൻസ്. ഓക്കെ, ദേ കൺവേർട്ട് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പൊ ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. അത് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. എന്താ പ്രപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എന്ത് ചേഞ്ച് ഉണ്ടോ, ഇൻപുട്ടിലെ ടെമ്പറേച്ചറിന് എന്ത് ചേഞ്ച് ഉണ്ടോ, ഇൻപുട്ടിലെ പ്രഷറിന് ചേഞ്ച് എന്തുണ്ട്, ഇൻപുട്ടിലെ ലൈറ്റ് കൂടിയോ കുറഞ്ഞോ, ഇതെല്ലാം ചേഞ്ച് ഇൻ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ മാത്രമല്ല എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസറിന് ചിലപ്പോൾ
ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കാണത്തില്ല, അല്ല ഡിറ്റക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കാണത്തില്ല. അതുകൊണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നതാണ് എന്ത്? സെൻസിങ് എലമെന്റ്. ഓക്കെ, സോ ഓൾവേസ് സെൻസിങ് എലമെന്റ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് വർക്ക് ടുഗദർ. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നീട് നമ്മൾ ട്രാൻസ്ഡ്യൂസറിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. പ്രൈമറി, സെക്കൻഡറി, ആക്റ്റീവ്, പാസീവ്, അതുപോലെ തന്നെ നോർമൽ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ ആക്റ്റീവ് പാസീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നില്ല, പകരം അത് ഡയറക്ട്ലി സെൽഫ് ജനറേറ്റിംഗ് എനർജി സോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്ത് കറസ്പോണ്ടിങ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. എന്നാൽ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് അങ്ങനല്ല, അവർക്ക് വർക്ക് ചെയ്യാൻ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? 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 ഇവിടെ ഏബൽ, Yes, sir. അനന്യ, Yes, sir. നേത്തൻ ക്ലാസ്സിലുണ്ടോ? നേത്തൻ, നേതൻ ക്ലാസ്സിലല്ലേ? ഹലോ, ക്ലാസ്സിൽ നമ്മൾ ഇല്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടത്തില്ല. ഓക്കെ, സർ അവന് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. നെറ്റ് ഇഷ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ബാക്കി പോർഷൻസ് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്നത്തെ അറ്റൻഡൻസ് മിക്കവാറും നാളെ നമുക്ക് ക്ലാസ് എൻ്റെ അവർ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു അവർ ഇന്ന് തന്നെ എടുത്തത്. നാളത്തെ ക്ലാസ്സിലായിരിക്കാം ചിലപ്പോൾ അറ്റൻഡൻസ് സെൻറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അതിനകത്തായിരിക്കും അറ്റൻഡൻസ് സെൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ റോൾ നമ്പർ മാർക്ക് ചെയ്യുക. ഓക്കെ.